ടൂർ ദ ഫ്രാൻസിന്റെ ഉമാര് ഈ പാരീസില് ഇത് പാസ് ചെയ്യണ എല്ലാ ചെക്ക് പോയിന്റുകൾക്ക് ഓൾമോസ്റ്റ് ഉമാര് ടൈമിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ മഴയായ കാരണം ഒരു അരമണിക്കൂറിന്റെ ഡിലേ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സാധനം വന്ന് കാണണമെങ്കിൽ നമ്മളൊരു 3 മണിക്കൂർ വന്ന് സ്ഥലം ബുക്ക് ചെയ്ത് അവിടെ നിൽക്കണം. ഇപ്പൊ ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഗേറ്റുമ്പോൾ ഞാൻ നിന്നിരുന്നു. ഞാൻ ഗേറ്റ് അല്ല മതിലുമ്പോ ഞാൻ 1 മണിക്കൂറോളം മതിലുമ്പോ ഞാൻ നിന്ന് ഇത് വരാനായിട്ട്. എന്നിട്ട് ഈ 3 മണിക്കൂർ കാത്തിരുന്നിട്ട് ഇവന്മാരുടെ ഒരു വൈബ് തന്നെയാണ്. അവരത്രയും ഈ മഴയത്ത് പടച്ച് പോകണമെങ്കിൽ അവന്മാർ സമ്മതിക്കണം. 1984 കഴിഞ്ഞ പിന്നെ ഫ്രഞ്ചുകാർ ഇതിന്റെ കപ്പൊന്നും എടുത്തിട്ടില്ല. ഇത്ര നാളായിട്ട് കപ്പൊന്നും എടുത്തിട്ടില്ല. അത് ഭയങ്കര മോശമായി. ഫ്രാൻസിന്റെ ടീമിൽ നിന്ന് വേറെ രാജ്യക്കാരും ഒന്ന് കപ്പടിച്ചിട്ടുണ്ട്. പക്ഷെ ഫ്രഞ്ചുകാരായിട്ട് 1984-85 കഴിഞ്ഞ പിന്നെ ആരും കപ്പൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഒമാരുടെ ബൈക്കിലൊക്കെ മിനിമം 15 ലക്ഷത്തിന് കുറഞ്ഞ വണ്ടികളൊന്നും ഇതിനില്ല. ഫുള്ള് എയറോ കാർബൺ ഒന്നും മുട്ടാനില്ല. ഒക്കെ കൊളനാഗോ ഡെയറോസേറ വണ്ടികളായിരുന്നു. ഫ്രഞ്ചുകാരൊക്കെ ഓരോ ബീറൊക്കെ അടിച്ച് 3-4 മണിക്കൂർ കാത്തിരുന്ന് 5 മിനിറ്റില് ഈ വെട്ടി പോണ പോലെ വണ്ടി അത് കഴിയുമ്പോ തീർന്നു ഈ സാധനം. പിന്നെ ഒന്നും ഇല്ല കാണാനായിട്ട്. അപ്പൊ അതിന്റെ ഒരു ഫയൽ കാരണം ഒരു സ്ഥലത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെയും തീർന്നുണ്ടാവും. അപ്പൊ ഒറ്റ സ്ഥലം കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ കണ്ടത് ഈ പരിപാടി നടക്കണതിന്റെ ഇടയ്ക്ക് കുറെ കാരണന്മാര് കുറെ മുത്തു വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ മറ്റേ കൊളനാഗോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഓപ്ഷൻ ലെവൽ വണ്ടികളാണ്. ഈ അപ്പൂപ്പന്മാര് മറ്റേ മാരക വണ്ടിയൊക്കെ കൊണ്ടുപോയി പരിപാടി കാണാൻ വന്നിട്ടായിരുന്നു. അന്ന് ഞാൻ കുറെ നല്ല വണ്ടികൾ കണ്ടു പാരീസിൽ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാനിയണും അങ്ങനത്തെ കുറെ വണ്ടികൾ കാണാറ്. കാനിയണ് സ്പെഷ്യലൈസ്ഡ്, പിന്നെ ഇവന്മാരുടെ സെർവലോ അങ്ങനത്തെ കുറെ വണ്ടി കാണാറ്. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോ ഈ പരിപാടിക്ക് ഞാൻ കുറെ വണ്ടി കണ്ടി. ഡെയറോസ കൊളനാഗരൊക്കെ അപ്പൂപ്പന്മാര് പറഞ്ഞ ടൗസറൊക്കെ ഇട്ട് ചവിട്ടാൻ വന്നിട്ടായിരുന്നു അതൊക്കെ വെച്ച്. പിന്നെ അത്യാവശ്യം ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ടൂർ ദ ഫ്രാൻസ്. ഞാൻ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ളൂ. പിന്നെ നേരിട്ട് കാണാൻ പറ്റി. ബേസിക്കലി ഇത് ഓരോ പ്രൊവിൻസിലൊക്കെ പോയിട്ട് മാറി മൊത്തത്തിൽ കാണണം. പിന്നെ സൈക്ലിങ്ങിന്റെ ഒരു കൾച്ചർ ശരിക്കും അത് ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിരിക്കും. ഇപ്പൊ സൈക്കിളിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ കൂടിയും ഇവരുടെ ഫാമിലിയിൽ ആരെങ്കിലും ആയിട്ട് ഓൾറെഡി ഇൻസ്പയർഡ് ആണ് ഈ സൈക്ലിങ്ങിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട്. ഒരുത്തന്നെ പിടിച്ച് തള്ളിയിടുന്നുണ്ടല്ലേ ടൂർ ദ ഫ്രാൻസില്? അല്ല, വണ്ടി വരണേക്കാളും സൈക്കിൾ എടുത്താൽ കയറി റോട്ടിക്കോട് ചവിട്ടി പോയി അകത്ത് പോലെ ഒരു തലക്കടിച്ച് വീഴ്ത്തിയാണ്. അങ്ങനെ ചെയ്യണ്. പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. എനിക്കൊരു 1 കൊല്ലമായിട്ട് 1.5 കൊല്ലമായിട്ട് പയ്യനറിയാം. ഈ പയ്യന്റെ അപ്പൂപ്പൻ ടൂർ ദ ഫ്രാൻസ് ഓടിച്ചിട്ട് പണ്ട്. ഈ അപ്പൂപ്പൻ ടൂർ ദ ഫ്രാൻസ് ഓടിക്കുന്ന കാലത്ത് ഹെൽമെറ്റ് ഇല്ല. അവന്മാര് തൊപ്പി വെച്ചിട്ട് ഓടിച്ചിരുന്നത്. അവന്മാരെ തൊപ്പി ഇപ്പോഴും അവന്മാര് ആ ഒരു പാറ്റേണിൽ ആ ഒരു റെട്രോ സാധനന്മാർ ഇപ്പോഴും കടകളിൽ വേറെ ഡിസൈനിലും വേറെ ഇതിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവന്മാര് ഈ തൊപ്പി പണ്ട് എന്നിട്ട് പറയാ സൈക്ലിംഗ് ഷോർട്സ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഉമാര് ഹെൽമെറ്റ് നിർബന്ധമായിരുന്നില്ല. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആയിരുന്നില്ല. അതായത് ഉമാര് പഴയ ടൂർ ദ ഫ്രാൻസിന്റെ ഫോട്ടോസ് ഇവന്റെ അപ്പൂപ്പന്റെ വീട്ടിൽ പോയപ്പോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൂപ്പൻ ചീറായിരുന്നു. അപ്പൂപ്പന്റെ വീടിന്റെ അടിയിൽ നിറച്ച അപ്പൂപ്പൻ ഉപയോഗിച്ച വണ്ടികള്, അപ്പൂപ്പൻ പണ്ട് ടൂറിസ്റ്റിലെ ബ്രവയൊക്കെ നടത്തിയ ഓരോ വണ്ടികള്, അങ്ങനെ ടൂർ ദ ഫ്രാൻസിന് ഉപയോഗിച്ച വണ്ടി അത് ഞാൻ കണ്ടില്ല കേട്ടോ. അമ്മക്ക് ഇത്തിരി വയസ്സായ കാരണം അമ്മക്ക് മനസ്സിലായില്ല അത് വണ്ടി എന്നുള്ളത്. കാരണം കുറെ വണ്ടി ഉണ്ട് അവിടെ, ഇതിലാന്നറിയില്ല. എന്നിട്ട് ഇവന്മാര് വൈനടിക്കുക ടൂർ അടിക്കുക. അപ്പൊ അന്നൊരു പണ്ടൊട്ടെ കളിച്ചറ. ഇവിടെ ഏറ്റവും കൂടുതൽ സൈക്കിൾ ഓടുന്നത് പയ്യന്മാരൊക്കെ കൂടുതൽ കാരണന്മാരാ. ഇവിടെ നല്ല വണ്ടികൾ കണ്ടേക്കുന്നത് കാരണന്മാരുടെ അല്ല, ഓർണന്മാരിൽ മുത്ത് വണ്ടികളെ മൊത്തം. പിന്നെ ഇവന്മാർക്ക് പറഞ്ഞ പോലെ പണ്ടൊക്കെ ടൂർ ദ ഫ്രാൻസിന് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതാണ് ഇവന്മാര് പോയി ചവിട്ടിയിരുന്നത്. പക്ഷെ ഇതുവരെ ഇന്ത്യയിൽ നിന്ന് ആരും ടൂർ ദ ഫ്രാൻസ് ചവിട്ടിയിട്ടില്ല. മേ ബി ഒരു സമയത്ത് നമ്മുടെ ശ്രീനാഥൊക്കെ വന്ന് ചവിട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ശ്രീനാഥ് എന്തായാലും വന്ന് ചവിട്ടി. ഒരു ഇന്ത്യക്കാരൻ ഏതെങ്കിലും ക്ലബിൽ കയറി ചവിട്ടിയിരുന്നെങ്കിൽ അത് ഇന്ത്യക്ക് ഒരു അഭിമാനമായിരുന്നു. ഇതുവരെ നമ്മൾ ഫിഫയിൽ ഇന്ത്യ കയറിയിട്ടില്ല. അതേപോലെ ടൂർ ദ ഫ്രാൻസിൽ നമ്മൾ കയറിയിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു നാള് എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലും കയറിയിരിക്കും. ഞാൻ എന്തായാലും കയറില്ല, അത് ഉറപ്പാണ്. എനിക്ക് അതിനുള്ള ഗൈഡൻസ് ഒന്നുമില്ല. കാരണം ഇവന്മാരെ കേഡൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കാർഡിയോ റേഷ്യോ എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരിക്കലും മുട്ടാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കണതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് നടക്കില്ല. പക്ഷെ ഇത് ഏതെങ്കിലും ഒരു പയ്യന്മാരൊക്കെ ഇപ്പം ഇന്ത്യയിൽ അത്യാവശ്യം സൈക്ലിംഗ് കോവിഡ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം പ്രചാരത്തിലൊക്കെ വന്നിട്ട് പിള്ളേരൊക്കെ ചവിട്ടി ഒടുങ്ങിയിട്ട്. അപ്പോൾ അത്യാവശ്യമൊക്കെ ചവിട്ടി ഏതെങ്കിലും ക്ലബ്ബൊക്കെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ പിള്ളേർ കയറി വരട്ടെ, ടൂർ ദ ഫ്രാൻസ് ചവിട്ടിട്ട് ഒരു അഭിമാനമാണല്ലോ. പക്ഷെ അതിൻ്റെ ഒരു ആവേശം തന്നെ ഉണ്ടാവും. മറ്റേ അതും വരെ സമ്മതിക്കുന്നു. ഈ നല്ല മഴ പെയ്തതിൻ്റെ ഇടയിലൊക്കെ നല്ല മഴയത്ത് മഴ നനഞ്ഞ് നിന്നിട്ടത് കണ്ടിരുന്നത്. അതൊക്കെ ഉമ്മാരെ വളരെയധികം സമ്മതിക്കുന്നു. പിന്നെ കപ്പടിക്കുന്ന സമയത്ത് കപ്പ് ഉമ്മാര് കൊട്ടക്കുന്നത് ഷാംസിലീസിലായിരുന്നു.
പക്ഷെ ഞാൻ കപ്പടിക്കുന്നിടത്ത് പോയിട്ട് അവന്മാര് കയറ്റില്ല. ഇനി ഇൻവിറ്റേഷനൊക്കെ വേണം കപ്പടിക്കുന്നത് കാണാൻ. വെറുതെ ചെന്ന് അവന്മാര് കയറ്റില്ല. അതെനിക്ക് അറിയില്ല. അകലെന്ന് ഞാൻ കണ്ട്, അകലെന്ന് കപ്പെടുത്ത് പൊക്കുന്നത് ഞാൻ കണ്ട്. ഒരു 100 മീറ്റർ അകലെന്ന് പൊക്കാക്കർ കപ്പ് പൊക്കെടുത്ത് കണ്ടു. അവിടെ ടി വെച്ചേരണ അതീ കൂടെ കണ്ടു. Ça c'est lequel marque? Ah, c'est moustache. Oui, moustache. C'est ça, c'est comme ça ou tu fais entretien, tu fais l'autre truc Ça c'est le truc de marque ou vous faites... Non, ça c'est limité d'édition. Ça c'est édition limitée. Oui. Ah oui, c'est pas vieux, un truc l'or. Non, c'est moi qui fais. Ah, c'est toi qui fais? Oui, bien sûr. Ah oui, pour ça j'ai Non, vu. et en fait, elle vient comme ça. Ah ok. Et après, c'est moi qui ai changé que les choses dorées. Ah ok. Et... Ça c'est quoi? Électrique? Oui. Ça c'est électrique? Oui. Ah ok. Bonjour madame. Bonjour. Le cérémonie de dernière cérémonie du Tour de France. Oui. C'est comment c'est voir le cérémonie quoi? La cérémonie, Oui, le c'est dernier. sur les Champs-Élysées. C'est plus rondé comme ça? Non. Non. Il y a personne. Si, il y a du monde, mais c'est sur invitation et vous pouvez pas rouler sur les Champs-Élysées. C'est plus pas avoir un petit d'à côté, non? Comment? C'est plus pas rester un peu pour le Là, loin. vous pouvez pas rentrer sur les Champs-Élysées en vélo ou en voiture. Après, vous avez des points de filtrage en piéton. Vous pouvez aller à pied, vous allez sur des points de filtrage, vous pouvez rentrer. Ah ok. Mais vous pouvez pas prendre les champs, vous pouvez pas remonter les champs avec votre vélo. Non, vélo, c'est plus garder ici quelque chose. Oui, vous le garez quelque part. Ok, après c'est plus rondé. Pour l'instant, je sais pas comment ça se passe, mais il y a des points de filtrage pour les piétons qui peuvent assister à la cérémonie. Ah ok. Voilà. Bonjour monsieur. C'est fini ça? Le Tour de France? Pas encore, c'est fini, mais il y a remise de prix. À quand il va donner les cadeaux quoi? On n'a pas l'heure, non. Je sais pas. 22 heures. Ne peut plus voir ça? Non. Non, invitation. Invitation. Ah, sur une invitation. Sinon, la télé, c'est mieux. Il pleut. Ah, il pleut, mais oui. Regarde. C'est où? C'est normalement en Champs-Élysées? Ouais, Champs-Élysées. Oui, c'est là-bas. Champs-Élysées ou Concorde. Ah, ok. Merci beaucoup, monsieur.